everyone, welcome back to Salem Learning. Anatomies ആണ്. സോ മക്കളെ നമ്മുടെ എക്സാം ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത എക്സാം എന്ന് പറയുന്നത് നമ്മുടെ EVS ആണ്. സോ നമുക്ക് അടിപൊളിയായിട്ട് EVS എഴുതണ്ടേ. അപ്പോൾ അതിനു വേണ്ടിയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഒബ്സർവ് ദ പിക്ചർ, റൈറ്റ് ഡൗൺ 2 diseases each that they spread. അതായത് ചിത്രത്തിൽ കാണുന്ന ജീവികൾ ഏതൊക്കെ, ആ ഒരു ചിത്രം ഒന്ന് ഒബ്സർവ് ചെയ്യാനാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. അവ പരത്തുന്ന രോഗങ്ങൾ 2 വീതം എഴുതി ചേർക്കുക. അപ്പോൾ ഈ ചിത്രത്തിൽ ആരൊക്കെയാണ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നത്, ഏതെല്ലാം ജീവികളെയാണ് കാണാനായിട്ട് പറ്റുന്നത്? യെസ്, നമ്മുടെ ഈച്ച, ഹൗസ് ഫ്ലൈ കാണാനായിട്ട് പറ്റുന്നുണ്ട്, റാറ്റ് ഉണ്ട്, നമ്മുടെ എലിയുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കൊതുകുണ്ട് അല്ലേ. അപ്പോൾ ഇവരൊക്കെ പരത്തുന്ന രോഗങ്ങൾ 2 വീതം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മളെല്ലാവരും ഈ പറയുന്ന ഓരോ ജീവികളും അവർ മൂലമുണ്ടാകുന്ന പല രോഗങ്ങളുടെയും പേരുകൾ പഠിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അതൊന്നും കൂടി ഒന്ന് ഉറപ്പിക്കാനായിട്ടാണ് ഞാൻ ഈ ഒരു ചോദ്യം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ചില രോഗങ്ങളും അവയ്ക്ക് കാരണമായ ജീവികളുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ്? യെസ്, നമ്മുടെ മൊസ്കിറ്റോ, അതായത് കൊതുകിലൂടെ ഏതൊക്കെ രോഗങ്ങളാണ് ഉണ്ടാവുന്നത്? ഡെങ്കിപ്പനി ഉണ്ടാവുന്നുണ്ട്, ചിക്കൻ ഗുനിയ ഉണ്ടാവുന്നുണ്ട്, മലേറിയ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈച്ച ഏതൊക്കെയാണ്? കോളറ, ഡിസെൻട്രി. അതുപോലെ തന്നെ റാറ്റ്, എലി ഉണ്ടാക്കുന്നതാണ് പ്ലേഗ്, അതുപോലെ തന്നെ റാറ്റ് ഫീവർ അല്ലെങ്കിൽ എലിപ്പനി എന്ന് പറയും. ഇനി വെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങൾക്ക് ഉദാഹരണമാണ് നമ്മുടെ ടൈഫോയിഡ് ഉണ്ട്, ജോണ്ടിസ് അതായത് മഞ്ഞപ്പിത്തം ഉണ്ട്, അതുപോലെ നമ്മുടെ എലിപ്പനി, റാറ്റ് ഫീവർ ഉണ്ട്. ഇനി എയറിലൂടെ പകരുന്ന രോഗങ്ങൾക്ക് ഉദാഹരണമാണ് നമ്മുടെ കോൾഡ്, ചിക്കൻ ബോക്സ്, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ട്യൂബർകുലോസിസ്, അതുപോലെ തന്നെ കോവിഡ്. ഇനി കോണ്ടാക്റ്റിലൂടെ, അതായത് സമ്പർക്കത്തിലൂടെ പകരുന്ന കുറച്ച് രോഗങ്ങളാണ് നമ്മുടെ കോവിഡ്, അതുപോലെ തന്നെ ചെങ്കണ്ണ് എന്ന് പറയൂ കേട്ടോ, നമ്മുടെ സോർ ഐസ് എന്ന് പറയുന്നത്, പിന്നെ പനി, ഫീവർ. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് രോഗങ്ങളും അവയ്ക്ക് കാരണമാവുന്ന ജീവികൾ, അല്ലെങ്കിൽ അവ എങ്ങനെയാണ് ഈ രോഗങ്ങൾ പകരുന്നത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക. ഈ ഒരു ടേബിൾ നിങ്ങൾ പഠിച്ചിട്ട് പോകണം കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഒരു 2 രോഗങ്ങളെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, നിർബന്ധമായും അറിഞ്ഞു വെക്കണം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഇവിടെ നിങ്ങൾക്കൊരു ചിത്രം കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഈ പ്രദേശത്ത് ജനങ്ങൾക്ക് ആരോഗ്യ ബോധവൽക്കരണം നൽകുന്നതിനായി തയ്യാറാക്കിയ പോസ്റ്ററിലേക്ക് 2 പോസ്റ്റർ വാചകങ്ങൾ എഴുതൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു ചിത്രം നിങ്ങൾ നോക്കിക്കേ. റൈറ്റ് 2 പോസ്റ്റർ സെൻറ്റൻസസ് ഫോർ ദി പോസ്റ്റർ പ്രിപ്പയർഡ് ടു റൈസ് ഹെൽത്ത് അവയർനെസ് എമംഗ് ദി പീപ്പിൾ ഇൻ ദിസ് ഏരിയ. അപ്പോൾ ഈ ഏരിയയിലുള്ള പീപ്പിൾസിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും, അല്ലെങ്കിൽ ഏരിയ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. യെസ്, നമുക്കിതാ ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ ഇവിടെ ഇതാ നമുക്ക് കൊതുകിനെയും എലിയെയും ഒക്കെ കാണാനായിട്ട് പറ്റും. ഇതാ ഈച്ചകളൊക്കെ ഇങ്ങനെ പാറി പറന്ന് നടക്കുവാണ്, അതായത് അത്ര വൃത്തിയില്ലാത്തൊരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അവിടെയുള്ള ആൾക്കാരെ ഒന്ന് ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി നമുക്ക് കുറച്ച് പോസ്റ്ററുകളൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ എങ്ങനെയുള്ള പോസ്റ്ററുകളൊക്കെ നമുക്ക് ഉണ്ടാക്കാം? യെസ്, ഇവിടെ ഇതാ കുറച്ച് മോഡൽ കൊടുത്തിട്ടുണ്ട്, ഇതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. മാലിന്യം നിക്ഷേപിക്കരുത്, അത് രോഗങ്ങൾ വിളിച്ചു വരുത്തും. മലിനജലം മരണജലം. ഹൈജീൻ കീപ് ഡിസീസസ് എവേ. അതുപോലെ തന്നെ ലെറ്റസ് ജോയിൻ ഹാൻഡ് ഫോർ എ ക്ലീൻ കൺട്രി. അങ്ങനെയുള്ള കുറച്ച് ഡയലോഗ്സ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചോദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ പോസ്റ്ററൊക്കെ എഴുതാനായിട്ട് പറയുവാണെങ്കിൽ നിങ്ങൾ വൃത്തിക്ക് ഒരു ബോക്സ് ഒക്കെ വരച്ചിട്ട് വേണം നിങ്ങൾ എഴുതാനായിട്ട്. ഇനി ഏറ്റവും ലാസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്: Personal hygiene and good health habits are important as environmental hygiene. Find out the bad health habit from the following list and put a tick mark. പരിസര ശുചിത്വം പോലെ തന്നെയാണ് വ്യക്തി ശുചിത്വവും നല്ല ആരോഗ്യശീലങ്ങളും. താഴെ പറയുന്നവയിൽ നിന്നും തെറ്റായ ആരോഗ്യശീലങ്ങൾക്ക് നേരെ അടയാളപ്പെടുത്തുക. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് ടിക്കറ്റ് കൊടുക്കണം അല്ലേ. ഇതിനകത്ത് നല്ലത് ഏതാണെന്ന് നമുക്ക് ടിക്കിടാം, ചീത്തയ്ക്ക് നമുക്ക് എന്താണ് തെറ്റിടാം. അപ്പം നമുക്ക് ഓരോന്ന് നോക്കാം. യൂസ് ബോയിൽഡ് വാട്ടർ ഫോർ ഡ്രിങ്കിങ്. തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുന്നു, അത് നല്ല കാര്യമാണ് അല്ലേ. ടോയ്ലറ്റ് അറ്റ് ഓപ്പൺ സ്പേസ്. തുറന്ന സ്ഥലത്ത് മലമൂത്ര വിസർജനം നടത്തുന്നു, അത് നല്ല കാര്യമാണോ? അല്ല. ഈറ്റ് ഫുഡ് അറ്റ് ദ റൈറ്റ് ടൈം. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുന്നു, അത് നല്ല കാര്യമാണ് അല്ലേ. ആൻഡ് ടേക്ക് ഫുഡ് കെപ്റ്റ് ഓപ്പൺ ഓർ സ്റ്റേ. തുറന്നു വെച്ച ആഹാരം കഴിക്കുന്നു, അത് നല്ല കാര്യമാണോ? അല്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വേണം നാളത്തെ പരീക്ഷയ്ക്ക് പോകാനായിട്ട്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് ഇന്ന് വൈകുന്നേരം നമ്മുടെ മെഗാ മാരത്തോൺ ഉണ്ട്, നിങ്ങളെല്ലാവരും ജോയിൻ ചെയ്യണം. നിങ്ങളുടെ അഖില മിസ്സും അരുണിമ മിസ്സും കൂടി ഒരുമിച്ച് വരുന്നതാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ആ ഒരു മെഗാ മാരത്തോണിൽ അടിപൊളിയായിട്ട് ജോയിൻ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയുക കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്കിനി എക്സാമിന് വേണ്ടി നിങ്ങൾ സെറ്റാക്കുക, പവറാക്കുക, ഫുൾ എനർജറ്റിക് ആയിട്ട് ഇരിക്കുക, നല്ല രീതിയിൽ പഠിക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത ദിവസം വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും very best time. Thank you so much. Bye bye.